السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഹപര വിജയത്തിനായി നിശ്ചയിച്ചിട്ടുള്ള അവൻ്റെ വിധിവിലക്കുകൾ യഥാവിധി ജീവിതത്തിൽ പാലിച്ച് മാനിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ ഇങ്ങനെ ഓർഡറായി കിടക്കുന്നുണ്ട് പറയേണ്ടത്. പരമാവധി നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് പറയേണ്ട ഒരു വിഷയം, നമ്മൾ വലിയ പരിഗണന കൊടുക്കാതെ പോയ, എന്നാൽ പല ആളുകളും പലതരത്തിലും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ല, അവിടുത്തെ നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടർ മുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന കാര്യം പറഞ്ഞു. അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ, മക്കൾ വരും, എല്ലാവരും വരും, കാണാറുണ്ട്, എല്ലാവരും വരാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞ്, മൗലവി, ഞാൻ വലിയ സങ്കടത്തിലാണ്. കാരണം ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും സർജറി കഴിഞ്ഞിട്ടും ഇത്ര ദിവസമായി കാലിൻ്റെ വേദനയ്ക്കൊരു കുറവുമില്ല, നല്ല വേദനയാണ്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വേദന, എൻ്റെ വേദന ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഞാനതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം നമ്മുടെ എല്ലാ വിഷയത്തിലും അവസരോചിതമായി ഇടപെടുന്ന നല്ല തഖ്വയുള്ള നല്ലൊരു മനുഷ്യനാണ്. ഞാൻ അന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് സ്റ്റഡി ചെയ്തു. വേദനകൾ അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് സ്റ്റഡി ചെയ്തു. നമ്മൾ സാധാരണ നെവറാക്കി കളയുന്നൊരു വിഷയമാണ് വേദന. വേദന വന്നാൽ അതങ്ങ് തള്ളിക്കളയും, അതിന് വല്ല പെയിൻ കില്ലറോ എന്തെങ്കിലും കഴിക്കും, അതല്ലെങ്കിൽ സഹിക്കും, അങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷേ വേദനകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിലൊരുപാട് അത്ഭുതകരമായ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് തരം വേദനകളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മളെ ഫിസിക്കലി വേദന, ശാരീരികമായി ഉണ്ടാകുന്ന വേദനകളും. രണ്ട്, മെന്റലി, മാനസിക പ്രയാസങ്ങളും. അതും വേദനയുടെ കൂട്ടത്തിലാണ് മാനസിക പ്രയാസങ്ങളെയും നമ്മൾ കണക്കാക്കേണ്ടത്. നമുക്ക് ആലോചിച്ച് നോക്ക്, നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന വേദനയേക്കാൾ ഗൗരവമുണ്ട് മനസ്സിനുണ്ടാകുന്ന വേദന. ഇപ്പം ഞാൻ ഇന്ന് സത്യത്തിൽ മാനസികമായി നല്ല വേദനയുള്ള ഒരാളാണ്. എൻ്റെ ശരീരത്തിനൊരു വേദനയുണ്ട്, പക്ഷെ ആ വേദന എനിക്ക് വേദനയായി തോന്നിയിട്ടില്ല. മാനസികമായി വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ 2 മക്കൾക്കും പനിയാണ്. ഞാൻ മാനസികമായി നല്ല വേദനയിലാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ, അവർക്ക് ശാരീരിക വേദന ഉണ്ടായാൽ നമുക്ക് മാനസികമായ വേദന ഉണ്ടാവും. ഭാര്യയുടെ പ്രസവത്തിന് ലേബർ റൂമിന്റെ പുറത്ത് നിന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ സർജറി ചെയ്യാൻ കയറിയപ്പോൾ അവിടുത്തെ അവസ്ഥയെ പറ്റി ഓർത്തിട്ട് ആ വേദന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ മാനസിക വേദനയെയും വലിയ വേദനയായി തന്നെ കാണണം. നമ്മുടെ ശരീരത്തിന് തന്നെ വേദന വരണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വേദനകൾ അത് ശരീരത്തിന് വേദന ഉണ്ടാകാൻ പാകത്തിനുള്ള രോഗങ്ങളായി മാറാറുണ്ട്. ശരിക്കും ഇന്നത്തെ പല ശാരീരിക വേദനകളുടെയും ബേസ് മാനസിക പ്രശ്നങ്ങളാണ്. മനസ്സിന്റെ
പ്രയാസങ്ങളും സങ്കടങ്ങളിലൂടെയും ടെൻഷനിലൂടെയും ആൻസൈറ്റിയിലൂടെയും ഉണ്ടാകുന്നതാണ് പല വേദനകളും ഇന്ന്. അതുകൊണ്ട് തന്നെ പല ആളുകളും പറയും, നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക, ടെൻഷൻ ഒഴിവാക്ക്, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ സുഖമില്ലാതെ കിടന്ന സമയത്ത്, ഞാൻ ന്യൂമോണിയ ബാധിച്ച് കിടന്ന സമയത്ത് എനിക്ക് ഡോക്ടർ തന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിന് സ്ട്രെസ് ഒഴിവാക്കാനുള്ള, മൈൻഡ് ഫ്രീ ആകാനൊക്കെയുള്ള മെഡിസിനാണ് തന്നത്. മൈൻഡ് ഫ്രീ ആയെങ്കിൽ മാത്രമാണ് ഇത് ഫലിക്കുള്ളൂ എന്നുള്ളതാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ തിരോധാനം സംബന്ധിച്ച് അദ്ദേഹത്തെ കാണാതെ ആയപ്പോ മക്കള് പറഞ്ഞല്ലോ, അദ്ദേഹം ചെന്നായി പിടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് യൂസുഫ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം സങ്കടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനെ ബാധിച്ചത് മാനസിക പ്രയാസമാണ്. എത്ര കൊല്ലം കരഞ്ഞെന്നറിയോ? 40 കൊല്ലം കരഞ്ഞു. ഒരു ദിവസം 2 ദിവസമല്ല, മോനെ കാണാതായിട്ട് 40 കൊല്ലം കരഞ്ഞു. നമുക്ക് ഒരു പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ട എത്ര ദിവസം കരയും? 1 ദിവസം, 2 ദിവസം, 3 ദിവസം. പിന്നെ അവരുടെ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോ ഒന്ന് കരയും, ഇത്രേ ഉള്ളൂ. ഇത് 40 ദിവസം റെഗുലറായി കരഞ്ഞു. ഖുർആൻ പറയുന്നുണ്ട്, ആ കരച്ചിലിന്റെ കാഠിന്യം, വഖാല യാ അസഫ അല യൂസുഫ, യൂസുഫിനെ സംബന്ധിച്ചുള്ള എൻ്റെ മനസ്സിന്റെ വേദനയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത്. എൻ്റെ മനപ്രയാസമേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വബ്യദ്ദത് ഐനാഹു മിനൽ ഹുസ്നി, ആ മനപ്രയാസം കാരണം അദ്ദേഹത്തിന്റെ 2 കണ്ണുകൾ വെളുത്തുപോയി. യാക്കൂബ് നബിയുടെ 2 കണ്ണിന്റെ കറുപ്പ് നിറമുണ്ടല്ലോ, അത് വെളുത്തുപോയി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. വഹുവ കളീം, അദ്ദേഹം മനോവേദനയെ ഉള്ളിൽ അടക്കിയിരുത്തി എന്നാ പറയണത്. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, പ്രയാസം ഉണ്ടായാൽ കരയാൻ പാടില്ല, പ്രതിഫലം കുറഞ്ഞു പോകും എന്നൊക്കെ. കരയൊക്കെ ചെയ്യാം. ഇസ്ലാമിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇസ്ലാം എതിരല്ല. മനസ്സിന് വിഷമമുണ്ടായാൽ കരയണം. കരഞ്ഞാൽ തീരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇസ്ലാം വിലക്കിയിരിക്കുന്ന കരച്ചിൽ എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലഘട്ടത്തിലെ കരച്ചിലാണ്, വിലാപം. വിലാപത്തെ ഇസ്ലാം എന്ത് ചെയ്യുന്നു? എതിർക്കുന്നു. എന്താ വിലാപം? നെഞ്ചത്തടിച്ചും മാറത്തടിച്ചും പല കാര്യങ്ങളും പറഞ്ഞൊക്കെ കരയും. ഒരാൾ മരിച്ച് മയ്യത്ത് കൊണ്ടുവരുമ്പോ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ്, ഇപ്പൊ മയ്യത്താണല്ലോ വന്നത് എന്നൊക്കെ പറഞ്ഞ ആ വിലാപ കരച്ചില്, മയ്യത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേദനയുമായി ബന്ധപ്പെട്ടോ വിലപിച്ച് കരയൽ, അത് ഇസ്ലാം എതിർക്കുന്നുണ്ട്. അത് പാടില്ല. അത് ജാഹിലിയ്യത്തിന്റെ സ്വഭാവമാണ്. ജാഹിലിയ കാലഘട്ടത്തില് ആളുകൾ കരയാൻ വേണ്ടി കൂലിക്ക് ആളിറക്കുമായിരുന്നു. വിലാപത്തിന് വേണ്ടി കൂലിക്ക് ആളിറക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അത്ര വലിയ കാര്യമായിട്ടില്ലെങ്കിലും കേരളത്തിന് പുറത്തുപോയ തമിഴ്നാട്ടിലൊക്കെ കരയാൻ വേണ്ടിയും വിലാപത്തിന് വേണ്ടിയും ചില മരണത്തിനൊക്കെ ആളുകൾ ഇറക്കാറുണ്ട് അല്ലെ. ചെണ്ടകൊട്ടിയും പാട്ടുപാടിയും ഒക്കെ പോകുന്നില്ലേ? അതൊക്കെ ആളിറക്കണതാണ്, വിലാപമാണത്. ഇയാൾ മരിച്ചതിൽ ഞങ്ങൾക്കൊരു പ്രശ്നം ഇല്ല എന്ന് കാണിക്കുന്ന ഒരു തരം വിലാപം. മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ, തമിഴ്നാട്ടിലൊക്കെ ബോഡി കൊണ്ടുവന്നിട്ടില്ലേ, പാട്ടുപാടിയും ചെണ്ടകുട്ടിയും ഡാൻസ് കളിച്ചും ഒക്കെയാണ് പോകുന്നത്. അപ്പോ അങ്ങനെയുള്ള വിലാപത്തെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൽ വേദനയുണ്ടായാൽ, ശരീരത്തിൽ വേദന ഉണ്ടായാൽ നമുക്ക് കരയാം, കരഞ്ഞ് കണ്ണുനീര് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് ഒഴുകുന്ന രംഗം കണ്ടപ്പോ സഹാബികൾ ചോദിച്ചു, അന്ത യാ റസൂലല്ലാഹ്, നിങ്ങളും കരയാണോ എന്ന് ചോദിച്ചു. ഇബ്രാഹിം മരണപ്പെട്ടപ്പോ, മകൻ മരണപ്പെട്ടപ്പോ, അന്ത യാ റസൂലല്ലാഹ്, നിങ്ങളും കരയാണോ? ഒരു മകളുടെ, പ്രവാചകന്റെ ഒരു മകളുടെ കുട്ടി മരണാസന്നനായി ആ സന്ദർഭത്തിൽ രോഗം ബാധിച്ച് വല്ലാണ്ട് ഇതായപ്പോ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് മകൾ ആളെ പറഞ്ഞയച്ചു, പെട്ടെന്ന് വരണം, എൻ്റെ മോന് സുഖമില്ല, എൻ്റെ കുട്ടിക്ക് സുഖമില്ല, മകളുടെ കുട്ടിയാ, സുഖമില്ല, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആളെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമിക്കാൻ പറ അവളോട്, ക്ഷമിക്കാൻ പറ, ഞാൻ വരുന്നില്ല എന്നാ പറഞ്ഞ. കാരണം ആ രംഗം താങ്ങാനുള്ള കരുത്തില്ല, അമ്മാതിരി സങ്കടം പ്രവാചകൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോയില്ല അങ്ങോട്ട്. മരണത്തിലേക്കാണെന്നുള്ളത് റസൂലുള്ളാഹിക്ക് അറിയാം. അപ്പൊ സങ്കടം വന്നാൽ, വേദനകൾ ഉണ്ടായാൽ നമ്മൾ കരയണം.
അക്കരയാം എന്നതിന്റെ തെളിവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഈ സംഭവം രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. കരഞ്ഞ് 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 കണ്ണിന്റെ കറുപ്പ് നിറം പോയി വെളുപ്പ് നിറമാകണമെങ്കിൽ അപ്പൊ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, വേദനകൾ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. അത് നമുക്ക് നല്ലതാണോ? ഇതൊന്നും ചിന്തിക്കണ്ട, പരലോകം വിഷയത്തെ പറ്റി ഇവിടെ എടുക്കാതെ കണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. പരലോകത്തെ പറ്റി ഒന്നും ഇല്ലാതെ ഒരു നോർമൽ മനുഷ്യൻ, മുസ്ലിം എന്നല്ല, ഒരു നോർമൽ മനുഷ്യൻ എന്ന നിലയിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. വേദനകൾ ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം സുഖകരമാണോ അസുഖകരമാണോ? സുഖം ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. കാരണം നമുക്ക് വേദന അറിയില്ല എങ്കിൽ, നമ്മുടെ കൈ എവിടെയെങ്കിലും തട്ടി മുറിയായാല് വേദന അറിയില്ല. ഒരു കല്ലെടുത്തിട്ട് ചതച്ച് മുറിഞ്ഞു പോകും, വേദന അറിയില്ല. വേദന അറിയാതെ വന്നാൽ മനുഷ്യൻ ഇവിടെ നിലനിൽക്കൂല. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊക്കെ പലതരം ബിസിനസ്സുകൾ ചെയ്യുന്ന, ജോലികൾ ചെയ്യുന്ന ആളുകളാണ് അല്ലേ? ഈ ജോലികളിലേക്കും ബിസിനസ്സിലേക്കും നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം നിങ്ങൾക്ക് വിശക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? വിശപ്പ് എന്നൊരു അതൊരു വേദനയാണ്. വിശപ്പ് എന്നൊരു വേദന നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും പണിക്ക് പോവോ? നമ്മൾ ജോലിക്ക് പോവോ? കടയിൽ പോവോ? വിശപ്പില്ല, ഭക്ഷണം വേണ്ട, ആർക്കും വേണ്ട. വീട്ടില് ഒരാളും ഒന്നും തിന്നൂല, ആർക്കും ഒന്നും വേണ്ട. വിശപ്പെന്ന വികാരം, ആ വേദന അന്ന് എടുത്തങ്ങോട്ട് കളഞ്ഞ ആരെങ്കിലും പണിക്ക് പോവോ? ഞാൻ എടുക്കും പോവില്ല, ഞാൻ വിട്ടു തന്നെ. എന്റെ കാര്യം പറയാം, ഞാൻ എടുക്കും പോവില്ല, ആരും പോവില്ല. അപ്പൊ ഒരു വേദന, വിശപ്പെന്ന വേദനയാണ് മനുഷ്യവംശത്തിന്റെ ഈ ഡെവലപ്മെന്റിന്റെ ആധാരം. ഇന്ന് ഈ കാണുന്ന സർവമാന പുരോഗമന പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത് വിശപ്പെന്ന അടിസ്ഥാനപരമായ മനുഷ്യന്റെ വേദനയിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരു ബ്രിട്ടനിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അയാളുടെ പേര് പോൾ ബ്രാൻഡ് എന്നാണ്. പോൾ ബ്രാൻഡ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം. ഇന്നിപ്പോ ഗൂഗിൾ ചെയ്യുന്നതിനേക്കാൾ സൗകര്യം AI-യുമായി സംവദിക്കലാണ്. ഞാൻ ഈ വിഷയത്തെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ AI-യുമായി സംവദിച്ചപ്പോൾ ഒരുപാട് എൽമുകൾ പല വഴിക്കൂടെയും പറഞ്ഞു തരുന്നുണ്ട്. ഈ പോൾ ബ്രാൻഡ് എന്ന് പറയുന്ന ഈ ഡോക്ടർ, അയാൾ കുഷ്ഠരോഗ വിദഗ്ധനാണ്. കുഷ്ഠരോഗ വിദഗ്ധനായ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്നാണ്. വേദന എന്ന സമ്മാനം. മുസ്ലിം അല്ലട്ടോ, മുസ്ലിം അല്ലാത്ത ആ മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഗിഫ്റ്റ് ഓഫ് പെയിൻ, വേദന എന്ന സമ്മാനം. അത്യാവശ്യം കട്ടിയുള്ള ഒരു പുസ്തകമാണ്. അതൊന്ന് വായിച്ചു, അത് നന്നായിട്ട് ഒന്ന് വിലയിരുത്തി വായിച്ചപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. ഒന്ന്, അയാളുടെ ഇന്ത്യ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലുള്ള ഒരു കൺസൾട്ടിങ് ടൈമിൽ ഒരു കുട്ടി വന്നു. ആ കുട്ടിക്കുള്ള അസുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിന്റെ ഭാഗങ്ങൾ പലതും മുറിഞ്ഞു പോകുന്നു. ഇങ്ങനെ അറ്റുപോകുകയല്ല, ഇവിടെ ഇങ്ങനെ ഒരു മുറിവുണ്ടാകുക, ഇവിടെ ഒരു മുറിവുണ്ടാകുക, പലയിടത്തും മുറിവുകൾ ഇങ്ങനെ പോറി പോറി പോകുന്നു പലയിടങ്ങളിലും. എന്താ സംഭവം എന്ന് അറിയാനുള്ള. ചിലപ്പോൾ ഒരു കഷ്ണമൊക്കെ മുറിഞ്ഞു പോകും ശരീരത്തിന്റെ, നേരം വെളുത്ത് നീക്കുമ്പോൾ. ഇതെന്താ സംഭവം എന്ന് അറിയുന്നില്ല. അത് കുട്ടി അറിയുന്നേ ഇല്ല. ഇതാണ് ഡോക്ടറുടെ അടുത്ത് വന്ന ചികിത്സിക്കാൻ വന്ന ആ കുട്ടി പറഞ്ഞത്. ഡോക്ടർ അവിടെ കുട്ടിയുടെ രക്ഷിതാക്കളോട് പറഞ്ഞു ഈ കുട്ടിയെ ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു. രാത്രി കിടന്ന് നേരം വെളുത്ത് എഴുന്നേക്കുന്നത് വരെയുള്ള അവസ്ഥ ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ നിരീക്ഷിച്ചപ്പോഴെന്താ, കുട്ടി കിടക്കുന്ന റൂമിന്റെ ആ ഉള്ളിലൊരു എലിപ്പത്തുണ്ട്, എലി. ആ എലി വന്നിട്ട് ഈ കുട്ടീനെ കഷ്ണം കടിച്ചോണ്ട് പോകണാണ്. കുട്ടി അറിയുന്നില്ല. അപ്പൊ ആലോചിച്ചൊക്കെ, വേദന അറിഞ്ഞില്ലെങ്കിൽ, വേദന അറിയാതെ വന്നാൽ ഇതൊക്കെ സംഭവിക്കൂലോ നമുക്ക്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കുഷ്ഠരോഗികൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ആ കുഷ്ഠരോഗികൾക്ക് വേദന എന്ന സമ്മാനം കൊടുക്കുമായിരുന്നു എന്ന്. കാരണം കുഷ്ഠം വന്നു കഴിഞ്ഞാല് മുറിഞ്ഞു പോവുകയാണല്ലോ ശരീരം, അറിയൂല, ശരീരത്തിന്റെ അവസ്ഥ അറിയില്ല. അപ്പൊ വേദന ഇല്ലാതിരിക്കുക എന്നുള്ളത് അതൊരു രോഗമാണ്, അത് അപകടകരമായ കാര്യമാണ്.
അപ്പൊ നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ വേദനകളെ ഏത് നിലയിലാണ് കാണേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ വേദനയെ പറ്റി പരാമർശിക്കുന്നിടത്ത് കുറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അലം ഉപയോഗിച്ചിട്ടുണ്ട്. അലം, അദാബുൻ അലീം എന്ന് പറഞ്ഞിട്ടില്ലേ? അലീം അല്ല, അലീം, വേദനയുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹുസ്ന്, ദുഃഖം, അതും വേദനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അൽ അദാബ്, ശിക്ഷയ്ക്കും, അതും വേദനയ്ക്ക് വേണ്ടി അദാബ് എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ അൽ ബഅസ്, കഷ്ടത, അതും വേദനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഖദ്ഹ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ കബ്ദ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും പ്രയോഗങ്ങൾ വേദനയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. വേദനകൾ പറയുമ്പോൾ നമ്മൾ മുഅ്മിൻ എന്ന നിലയിൽ നമുക്കൊരു വേദന ഉണ്ടായാൽ നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, അത് പടച്ചവനിലേക്ക് നമ്മുടെ മുഖം തിരിക്കാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം. പടച്ചവന്റെ അടുത്തേക്ക് ഒരു മുഖം തിരിക്കുക, അതിനാണ് ഇപ്പൊ ഈ വേദന വന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു പ്രയാസമുണ്ടായാൽ നമ്മൾ ഇതെന്റെ റബ്ബിലേക്ക് തിരിയാനുള്ള മാർഗമാണെന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖീഹി. ഏ മനുഷ്യ, നീ വേദന അനുഭവിക്കുന്നവനാണ്, വേദന ഉള്ള മനുഷ്യനാണ്. ആ വേദനയെ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്കാണ് നീ തിരിച്ചു വെക്കേണ്ടത്. ആ വേദനയെ ഫമുലാഖീഹി, അവനെ നീ കണ്ടുമുട്ടും. അപ്പൊ എന്റെ വേദന, എനിക്ക് വേദന ഉണ്ടായാൽ ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് എന്റെ റബ്ബിനെ പറ്റിയായിരിക്കണം. ഒരു തലവേദന വന്നു, അല്ലെങ്കിൽ കാല് ഒന്ന് കല്ലിൽ തട്ടി കാലൊന്ന് മുറിയായി വേദന വന്നു, അതൊക്കെ വന്നാൽ നമ്മൾ വേഗം ചിന്തിക്കേണ്ടത് അള്ളാഹിനെ പറ്റിയായിരിക്കണം. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് വേദനയോടുകൂടിയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. വേദന, ക്ലേശത്തോടുകൂടെ വേദന അനുഭവിക്കാൻ പാകത്തിനുള്ള നിലയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേദന ഉണ്ടായാൽ ഒരു മനുഷ്യൻ നേരെ തിരിയേണ്ടത് അവൻ അള്ളാഹുവിലേക്കാണ്. അതല്ലാതെ വേദനയെ സംബന്ധിച്ചുള്ള വിലാപത്തിലേക്കല്ല പോകേണ്ടത്. അത് പരലോകത്തേക്ക് ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമുക്കൊരു മതബോധം വേണം, പടച്ചോനെ പറ്റി ചിന്തിക്കാനുള്ള ബോധം. ഇത് ഒരു നിർവാഹം ഇല്ലാണ്ട് വരുമ്പോഴാണ് അള്ളാഹുവിലേക്ക് തിരിയുള്ളൂ, അല്ലേ? ഒരു വഴി ഉണ്ടാകൂല. ആദ്യം അള്ളാഹിലേക്ക് തിരിയണം, എന്നിട്ട് വേണം ബാക്കിയുള്ള വഴികളിലേക്ക് പോകാൻ. പടച്ചവനെ പറ്റിയുള്ള ചിന്തിക്കാൻ പറ്റുന്ന ഒരു മതബോധം, എനിക്ക് ഇത് പ്രതീക്ഷ തരുന്നുണ്ട്, എനിക്ക് ഇതുകൊണ്ട് ഇന്ന നേട്ടം ഉണ്ടാകും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരാളെ കണ്ടു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം തിർമിദി സുനനിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണിത്, സംഭവമാണ്. ദഖല അലാ ശാബിൻ വഹുവ ഫിൽ മൗതി. മരണാസന്നനായി കിടക്കുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഒരു ചെറുപ്പക്കാരൻ, ഷാബാണ്, ചെറുപ്പക്കാരനാണ്. അയാൾ മരണാസന്നനായി കിടക്കുകയാണ്, മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജിദുക, ഇപ്പോ നിന്റെ മാനസിക അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോ മരണവേദന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന മരണവേദനയാണ്. മരണവേദനയുടെ അപ്പുറത്തേക്ക് ഒരു വേദന ഇല്ല. മരണവേദന എന്താണെന്നറിയാൻ നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയോട് പോയി ചോദിച്ചാൽ മതി. അവൾ അനുഭവിച്ച ആ വേദനയുടെ ഇരട്ടിയാണ് മരണവേദന. മനസ്സിലായില്ലേ? നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് അനുഭവിക്കുന്ന വേദനയുടെ 60% അനുഭവിക്കാനേ നമുക്ക് കഴിയുള്ളൂ. 60% അനുഭവിക്കുമ്പോഴേക്കും നമ്മൾ ബോധം കിട്ടു വീഴും. എന്നാൽ ആ പെണ്ണ് ആ വേദന മുഴുവൻ അനുഭവിക്കുക, അവൾക്ക് ബോധക്ഷയം ഉണ്ടാവൂല, ബോധം കിടൂല. ഒരു പരിധി വിട്ട വേദന ഉണ്ടായാൽ നമുക്ക് ബോധം കിടും, നമ്മുടെ മൈൻഡ് പോവും. അപ്പൊ ആ വേദനയുടെ ഇരട്ടി വേദനയായിരിക്കും മരണത്തിനുണ്ടാകുക. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ചെറുപ്പക്കാരനോട് പോയിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് കൈഫ തജിദുക, എന്താണ് നിന്റെ മാനസികാവസ്ഥ? അയാൾ പറഞ്ഞു അർജുല്ലാഹ യാ റസൂലല്ലാഹ് വ അഖാഫു ദുനൂബി, ഞാൻ എൻ്റെ ഈ വേദനയെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും എൻ്റെ പാപങ്ങളെ പറ്റിയുള്ള മോചനത്തെ പറ്റി ഞാൻ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ വേദന ഉണ്ടായപ്പോൾ അയാൾ പ്രതീക്ഷ അള്ളാഹുവിലേക്കാക്കി. അതാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഏത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് നമ്മൾ നേരെ അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കാൻ കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ കൊടുത്ത മറുപടി ഇപ്രകാരമാണ്: ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതനി. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഒരാളുടെ മനസ്സിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ, മനസ്സിൽ ഏത് രണ്ട് കാര്യങ്ങൾ? അള്ളാഹുവിലുള്ള പ്രതീക്ഷയും പാപങ്ങളെ പറ്റിയുള്ള ഭയവും. ഇത് രണ്ടും ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇല്ല അഅതാഹുല്ലാഹു മാ യർജു, അവൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു കൊടുക്കും എന്ന് പറഞ്ഞാൽ, വേദന ഉള്ളപ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ അള്ളാഹു അതിന് കണക്കായ ഒരു പ്രതിഫലം കൊടുക്കും. വ അമനഹു മിമ്മാ യഖാഫു, വേദന ഉണ്ടാകുമ്പോൾ അവന്റെ പാപങ്ങളെ പറ്റിയുള്ള ചിന്ത അവനുണ്ടായാൽ അള്ളാഹു തആല അത് പുറത്തു കൊടുക്കുകയും ചെയ്യും. എനിക്ക് പെട്ടെന്നൊരു നടുവേദന വന്നു, പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു തലവേദന വന്നു. അള്ളാഹുവേ, ഇന്നലെ ഞാനൊരു തെറ്റ് ചെയ്തല്ലോ, ഒരു ഹറാമായ കാര്യത്തിലേക്ക് നോക്കിയല്ലോ അള്ളാഹ് എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടാണോ എനിക്കിതുണ്ടായത്? ഈ ഒരു ഭയം അയാളെ ബാധിച്ചാൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും, പാപം പുറത്തു കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു തെറ്റുമില്ലാത്ത നിലയിൽ അള്ളാന്റെ അരികിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അള്ളാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റുമില്ലാതെ. അതിന് അള്ളാഹു നമുക്ക് പല വിഷയങ്ങളും ഇട്ടുതരും. നമ്മൾ ഞാൻ ഈ പറയുന്ന കാര്യത്തെ കുടുസായി ചിന്തിക്കണ്ട, വൈഡായിട്ട് ചിന്തിക്കുക. എല്ലാ ആളുകളുടെ വിഷയത്തിനും അള്ളാഹു അവരുടെ മനസ്സിലേക്ക് തൗഹീദ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ മുസ്ലിം അല്ലാതെ ജീവിച്ചൊരു മനുഷ്യൻ, അയാൾ പലതരം വേദനകൾ അനുഭവിക്കുന്നുണ്ടാകും. അയാൾ ചിലപ്പോൾ മരിക്കണ സമയത്ത് അല്ലാഹു തആലയെ പറ്റി ചിന്തിച്ച് അയാൾ ചെയ്ത ശിർക്കിനെ പറ്റിയുള്ള ബോധം അയാളുണ്ടായി, അയാൾ തൗബ ചെയ്തിട്ടുണ്ടാകും, അയാൾ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാകും. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ കണ്ണും മുമ്പിൽ മുസ്ലിമായി ജീവിക്കുന്നവരെ പറ്റി മാത്രം വിലയിരുത്താൻ പാടില്ല. ഇത് അള്ളാഹു എത്തിച്ചു കൊടുക്കും ഈ സന്ദേശത്തെ. ഓരോരുത്തരും ഏതർത്ഥത്തിലാണ് സ്വീകരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ് ഓരോ വേദനകളും നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത്. അതില്ല എങ്കിൽ, ആ പ്രതീക്ഷ ഇല്ല എങ്കിൽ മനുഷ്യൻ ഇവിടെ ജീവിക്കൂല, ആത്മഹത്യ ചെയ്ത് കളയും. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു സംസ്ഥാനമായി മാറി നമ്മുടെ കേരളം. ഒരു ദിവസം 31 പേരെന്ന കണക്കിലാണ് കേരളത്തിൽ ആത്മഹത്യ നടക്കുന്നത്. 31 പേർ എന്ന നിലയിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല ഏതാണെന്നറിയോ? കൊല്ലം ജില്ല. കൊല്ലം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല. ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. ഡോക്ടർ സിബി മാത്യു എഴുതിയ, സിബി മാത്യു നമ്മുടെ പോലീസ് ഓഫീസർ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന ഒരു ഹെഡ്ലൈനിൽ, ആ പുസ്തകത്തിന്റെ അതിന്റെ ഹെഡ്ലൈൻ അതാ. അതിൽ പറയുന്നുണ്ട്, മലപ്പുറം ജില്ലയിൽ ആത്മഹത്യയുടെ നിരക്ക് കുറയാനുള്ള കാരണം കുറെയൊക്കെ മതമനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണെന്ന്. മതബോധമാണ് നമ്മളെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ എൻ്റെ കാര്യം ചിന്തിക്കാം. ഒരു 10-12 വർഷം മുമ്പ് ഞാൻ അനുഭവിച്ച ഒരു പ്രയാസം, എനിക്ക് മതബോധം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ പോയി ആത്മഹത്യ ചെയ്തേനെ. പഠിച്ചവനെ പറ്റിയുള്ള ചിന്തയാണ് പലരെയും ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്.
അപ്പൊ നമ്മൾ വിശ്വാസം നമ്മുടെ മുമ്പിൽ കൽബിൽ എത്രമാത്രം ആഴത്തിൽ ഇറങ്ങുന്നുവോ അത്രമാത്രം നമുക്ക് പ്രതീക്ഷകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ജീവിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകും. നമ്മുടെ ഒരു ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ക്യാൻസർ രോഗത്തിന്റെ വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം എഴുതിയ, അതായത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തൻ്റെ രോഗികൾ പേഷ്യന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവം എഴുതിയൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ. ആത്മകഥയാണ് അദ്ദേഹം എഴുതിയത്. അതിൽ നമ്മുടെ വളാഞ്ചേരിക്കാരൻ ഒരു ബഷീറിന്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹം ബഷീറിനാണ് പരിചയപ്പെടുന്നത്. ബഷീർ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മൂപ്പര് ബഷീറിന്റെ കാര്യമാണ് പറയണത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് പറയണത്. ക്യാൻസർ ബാധിതനായ ബഷീർ 2ാം സ്റ്റേജിലോ 3ാം സ്റ്റേജിലോ ആണ് ക്യാൻസർ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. 4ാം സ്റ്റേജാണ്. ഡോക്ടർ പറഞ്ഞ് ഇനി കിടത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോ, കീമോ കൊടുക്കാനുള്ള ത്രാണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒരു പ്രയാസമായ ഒരു അവസ്ഥയിലാണ്. 4ാം സ്റ്റേജിലാണ്. ദുആ ചെയ്യുക, അല്ലാഹു തആല. അതെ, 4ാം സ്റ്റേജിലാണ്. നമുക്ക് ശമനത്തിന് വേണ്ടി അല്ല നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, അല്ലാഹു ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ, പരലോകത്തേക്ക് അതൊരു അമലാക്കി സ്വീകരിക്കട്ടെ, പ്രാർത്ഥിക്കാൻ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോ ഈ ഓങ്കോളജിസ്റ്റിന്റെ അരികിൽ ഈ ബഷീർ ഇദ്ദേഹത്തെ കാണാൻ വരുന്നത് 2ാം സ്റ്റേജിലോ മറ്റോ ആണ് കാണാൻ വരുന്നത്. അങ്ങനെ നിരന്തരം ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഇത് മാറ്റാൻ കഴിയുമെന്ന് ബഷീറിനോട് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കീമോ ചെയ്യാൻ വരണം, മുടങ്ങാൻ പാടില്ല, നിശ്ചിത സമയങ്ങളൊക്കെ നിശ്ചയിച്ചു, ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തു വിട്ടു. ബഷീർ വീട്ടിലേക്ക് വരും, വളാഞ്ചേരിക്ക് വരും, തിരുവനന്തപുരത്ത് നിന്ന് വളാഞ്ചേരിക്ക് വരും. നിശ്ചയിക്കപ്പെട്ട ഡേറ്റിൽ ബഷീർ പോയിക്കൊള്ളുന്നില്ല, വൈകി എത്തും. ചിലപ്പോ പറയപ്പെട്ട ഡേറ്റിലൊന്നും പോകില്ല, ഡേറ്റ് തെറ്റിയേ പോവുള്ളൂ. അയാളൊരു സരസനാണ്, തമാശക്കാരനാണ്. ബഷീറിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരി വരും. അങ്ങനെ ആൾക്കാരുണ്ട്, ചില ആൾക്കാരുണ്ടല്ലോ, വളരെ ലൈഫിനെ വളരെ സിമ്പിളായി കാണുന്ന ഒരാൾ. അപ്പൊ അദ്ദേഹം ത്തോട് ഡോക്ടർ ചോദിക്കും, എന്തേ കീമോ തെറ്റിച്ചല്ലോ, പറഞ്ഞ ഡേറ്റിൽ വന്നില്ലല്ലോ. ബഷീർ പറയും, അരിലോറി വന്നില്ല, അതുകൊണ്ടാണ് വരാൻ വൈകിയത് എന്ന്. അരിലോറി വന്നില്ല. വളാഞ്ചേരിക്ക് അടുത്താണല്ലോ കുറ്റിപ്പുറത്ത് മറ്റേ ഈ ഗവൺമെന്റ് FCAയുടെ അതിന്റെ ഒരു ഇതുണ്ട്, അരിഗോഡൗണുണ്ട്. അതിലേക്ക് അരിയുമായിട്ട് ലോറി വരും. അരിയൊക്കെ ഇറക്കിയിട്ട് ലോറി തിരിച്ചു പോകുമ്പോൾ ആ ലോറിയിൽ കയറിയിട്ട് വേണം ബഷീറിന് തിരുവനന്തപുരത്തേക്ക് പോകാൻ. വണ്ടിക്കൂലിക്ക് പോലും കാശുള്ള ആളല്ല എന്നർത്ഥം. എത്ര വേദനയായി ബഷീർ അനുഭവിക്കുന്നപ്പോ, എത്ര വേദനയാ? 2 വേദനയായി. ഒന്ന് ക്യാൻസറിന്റെ വേദന, 2 ഇയാളുടെ ദാരിദ്ര്യത്തിന്റെ വേദന, അല്ലേ? കീമോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ, അതൊക്കെ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തില് ബഷീർ നിരന്തരം വരാതെയായി, കാണുന്നേയില്ല. നിരന്തരം വരാതെയായിപ്പോ ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല, മൊബൈലോ വാട്സപ്പോ ഒന്നും ഇല്ലല്ലോ. പഴയ കാലത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ് അദ്ദേഹം പറയണത്. അങ്ങനെ എല്ലാവരും കരുതി ബഷീർ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും എന്നെല്ലാവരും കരുതി. കുറെ നാളുകൾക്ക് ശേഷം ബഷീർ വീണ്ടും വന്നു. ബഷീറിനോട് ചോദിച്ചു, അല്ല കുറെ കാലമായല്ലോ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോ ബഷീർ പറഞ്ഞു, എനിക്കൊരു അറ്റാക്ക് ഉണ്ടായി, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അറ്റാക്കിന്റെ സർജറി കഴിഞ്ഞിട്ട് വിശ്രമത്തിലായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള വരവാണ്. ഇപ്പൊ വേദന എത്രയായി? പിന്നെയും ബഷീർ സ്ഥിരമായി എങ്ങനെ ഇതുപോലെ ഇടക്കിടക്കൊക്കെ പോകുമ്പോൾ വരുമൊക്കെ ചെയ്തുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ പിന്നെയും ബഷീറിനെ കാണാതെയായി. ബഷീർ വരുന്നില്ല. അപ്പൊ ഇവർ ഉറപ്പിച്ചു ബഷീർ മരിച്ചിട്ടുണ്ടാവും, കാരണം അറ്റാക്കും കൂടെ വന്ന ആളാണല്ലോ. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോ, കുറെ നാൾ അധികം കാലം കഴിയുന്നതിന് മുമ്പേ ബഷീർ വീണ്ടും വന്നു. ഡോക്ടർ തന്റെ അനുഭവം എഴുതുക. ബഷീർ വീണ്ടും വന്നു. അപ്പൊ എല്ലാവർക്കും ബഷീറിനെ കണ്ടപ്പോ സന്തോഷവും ചിരിയൊക്കെ വന്ന് ബഷീറിനോട് ചോദിച്ചു, അല്ല എന്ത് പറ്റി, പിന്നെയും വൈകിയിലോ, ഒരുപാട് വൈകിയിലോ? അപ്പൊ ഉടനെ ബഷീർ പറഞ്ഞ്, ഞാൻ ഒരു കല്യാണം കൂടെ കഴിച്ചു, എനിക്കും വേണ്ട ഒരു സന്തോഷം. ഇത് സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചേക്ക്. നമ്മളിപ്പോ വേറെ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയുള്ള പ്രേരണയെ പറ്റിയല്ല ഈ പറയുന്നത്.
ഒരു മുസ്ലിം, ഒരു മുഅ്മിനിന്റെ അല്ലെങ്കിൽ വിശ്വാസമുള്ളവന്റെ ഖൽബ് അങ്ങനെയാണ്. ഒരു പ്രയാസത്തിന്റെ മുമ്പിൽ അവൻ തളർന്നു പോവുകയല്ല വേണ്ടത്. ഒരു വേദനയോ സങ്കടമോ നമ്മുടെ മുമ്പിൽ നമ്മളെ ബാധിച്ചാൽ അത് നമുക്ക് പരലോകത്തേക്ക് റബ്ബിന്റെ മുമ്പിലേക്കുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളോട് ഒരാൾ പറയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തോ, നിങ്ങൾക്ക് ഡെയിലി അതിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേഗം അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അതിൽ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് തന്നെ റബ്ബിന്റെ മുമ്പിൽ ഉള്ള ഒരു പാസ്ബുക്കാണ് നമ്മുടെ വേദന. ഓരോ വേദനകൾ ഉണ്ടാകുമ്പോഴും അതില് നമുക്കുള്ള പരലോകത്തേക്കുള്ളത് ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താ അത്ഭുതം? ഇന്നൽ അംറ കുല്ലഹു ലഹു ഖൈറുൻ, എല്ലാം അവന് നല്ലതാണ്. അസാബത്തുഹു സർറാ, അവന് സന്തോഷമുണ്ടായാൽ ശക്കറല്ലാഹ, അവൻ അള്ളാഹനെ സ്തുതിക്കും, അല്ലേ? ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ്. വൈൻ അസാബത്തുഹു ദർറാ, അവനൊരു വേദന ഉണ്ടായാൽ, ഒരു പ്രയാസം അവനെ ബാധിച്ചാൽ സ്വബറ, ക്ഷമിക്കും, അള്ളാഹുവിൽ അവൻ പ്രതീക്ഷ അർപ്പിക്കും. ഇത് പരലോകത്തേക്കുള്ള ഒരു ഗുണം കിട്ടുന്ന കാര്യമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കും. അപ്പൊ ഒന്നാമത് നമുക്ക് വേദന സംബന്ധമായി അറിയേണ്ട ഒരു കാര്യമാണ് ഇത്. അള്ളാഹുവിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ മുഖം തിരിക്കണം. കാരണം റബ്ബിന്റെ മുമ്പിലേക്ക് എനിക്ക് തരുന്ന ഒരു കണക്ക് പുസ്തകമാണ്, ഇതിൽ എനിക്ക് നേട്ടങ്ങൾ എഴുതി വെക്കാം. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് അറിയേണ്ട കാര്യം, അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകൾക്ക് വേദന ഒരു അലർട്ടാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ തരും, ഒരു അലർട്ട്. ഓർത്തോ, പഠിച്ചവനെ പറ്റി ഓർത്തോ. എത്രയോ ആളുകളുണ്ടെന്നറിയും, എത്രയോ ആളുകൾ ഇന്ന് ദഅവത്ത് രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി. ദഅവത്ത് രംഗത്ത് സജീവമാണ് അയാൾ. പല ഭാഷകൾ സംസാരിക്കും, ഇംഗ്ലീഷും അറബിയൊക്കെ സംസാരിക്കാൻ കഴിവുള്ള, എന്നാൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല. ഗൾഫിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ അയാൾ അത്യാവശ്യം കള്ളുടിയും തോന്നിയാസങ്ങളും അങ്ങനെ പൊക്കിരിത്തരങ്ങളെല്ലാം ഉണ്ട് കയ്യിൽ. കാരണം അയാൾക്ക് അവിടെ ഒരു മാസം ജോലി ചെയ്ത ഒരു മാസം ലീവ്, അങ്ങനത്തെ അറാംകോ കമ്പനിയിൽ വലിയ സാലറിയുള്ള ജോലിയുള്ള ആളാണ്. കടലിലാണ് വർക്ക്, ഒരു മാസം കടലിലായിരിക്കും, ഒരു മാസം കരയിൽ റെസ്റ്റും, അങ്ങനത്തെ ജോലിയുള്ള ആളാണ്. എനിക്ക് ഒരുപാട് കിതാബുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടംപോലെ പണമുണ്ട്, അത്യാവശ്യം തോന്നിയാസങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ തോന്നിയാസങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നിട്ട്, അന്ന് ഞാൻ എടപ്പാൾ പള്ളിയിൽ ഖത്തീബാണ്. എടപ്പാൾ പള്ളിയിൽ ഞാൻ ആ വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിക്കുമ്പോൾ ഞാൻ ഇത് സംബന്ധമായ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുത്ബയാണ്. ഈ വിഷയമല്ല, ഇത് സംബന്ധമായിട്ടുള്ളൊരു പോയിന്റാണ് പറയുന്നത്. അപ്പൊ അറ്റാക്ക് വന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഇയാൾ എന്തായാലും വെള്ളിയാഴ്ചക്കല്ലേ പള്ളിയിലൊന്ന് കയറാന്ന് കരുതി പള്ളിയിൽ കയറി. ഈ പള്ളിയിലാണ് വന്നത്. അന്ന് വിഷയം ഇതുമാണ്. അയാളെ ഖുത്ബ മുഴുവൻ കേട്ടു. അതിനുശേഷം അപ്പം മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹം മൊബൈലിൽ ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒന്നും കൂടെ കേൾക്കണം, ആ ഖുത്ബ ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു. അന്ന് ഇന്നത്തെ പോലെ വാട്സപ്പ് സിസ്റ്റങ്ങളൊന്നും ഇല്ല, തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞാനത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗമൊക്കെ ഉണ്ടാക്കി. അവിടെ മുതൽ അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ സ്ഥിരം ശ്രോതാവായി മാറി. വിദേശത്തൊക്കെ പോകും, എന്നാലും വരും, ഇടയ്ക്കൊക്കെ വരും, കണ്ടുമുട്ടും. ഇന്ന് മാഷാ അല്ലാഹ് അദ്ദേഹം ഒരു ദീനി ദഅവത്ത് രംഗത്തെ സജീവ വ്യക്തിയായി മാറി. ഇൽമില്ല, വലിയ ഇൽമൊന്നുമില്ല, പക്ഷെ ഉള്ളത് പഠിച്ച് ദഅവത്ത് ചെയ്തു. പല ആളുകളും ഒരു പെയിനിൽ നിന്നാണ് റബ്ബിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരുടെയും അനുഭവങ്ങളും ചിന്തിച്ചാൽ മതി. കൃത്യമായി ജമാഅത്ത് ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായപ്പോൾ മുതൽ നടത്തിയിരുന്ന ആൾക്കാർ ആയിരുന്നു എല്ലാ ആൾക്കാരും? അല്ല.
എനിക്ക് ഇനി മുതൽ ജമാഅത്തുകളെല്ലാം കൃത്യമാക്കണം എന്ന ചിന്ത ചിലപ്പോൾ പെയിനിൽ നിന്നായിരിക്കും ഉണ്ടാകാം, ഒരു വേദനയിൽ നിന്നായിരിക്കും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മുഅ്മിൻ എന്ന നിലയിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് റബ്ബിൽ നിന്ന് നമ്മുടെ കൽബ് മാറാൻ പാടില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. അല്ലേ? നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയെ തൊട്ട് നിങ്ങളെ തടയുന്ന നശിപ്പിക്കുന്നതാകാൻ പാടില്ല. അത്രമാത്രം റബ്ബിനെ പറ്റി ചിന്ത ഉണ്ടായിരിക്കണം. അങ്ങനെ ചിന്ത ഇല്ലാതെ പോയാൽ, ശ്രദ്ധ ഇല്ലാതെ പോയാൽ അള്ളാഹു പറഞ്ഞു വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ. വലിയ വേദനകൾക്ക് പകരം ചെറിയ വേദനകൾ തന്നുകൊണ്ട്, വേദനകൾ തരുന്നല്ല പറഞ്ഞ, നുദീഖന്ന എന്ന് പറഞ്ഞാല് ടേസ്റ്റ് കൊടുക്കും. വേദന ഒരു ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും വേദന. എന്തിനാ വേണ്ടിയാ? ലഅല്ലഹും യർജിഊൻ, മടങ്ങാൻ വേണ്ടിയാ, ശ്രദ്ധ മാറാൻ വേണ്ടി. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്ക് എന്ന് പറയാൻ വേണ്ടി. അല്ലേ? ഈ കുട്ടികളൊക്കെ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ, ഇന്നത്തെ കാലത്ത് പറ്റില്ല, പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ് റൂമിൽ ശ്രദ്ധയില്ലാണ്ടിരിക്കുമ്പോൾ ചോക്ക് കൊണ്ട് ഒരു എറിയും, ഡസ്റ്റർ കൊണ്ട് ഒരു എറിയും, അല്ലേ? മേശപ്പുറത്ത് 2 അടി അടിക്കും, ഞെട്ടിപ്പിക്കും. എന്തിനാ? ശ്രദ്ധിക്കടാ, ഇവിടാക്ക്. ഇതിനു വേണ്ടിയാ, ഈ ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയാണ് വേദന തരുന്നത്. സത്യവിശ്വാസികളുടെ അടയാളം പറയുന്ന കൂട്ടത്തിൽ കാണല്ലോ, ഇതാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിന്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അള്ളാഹുവിനായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്കാണ് ഞങ്ങൾ മടങ്ങണം. മടക്കം അങ്ങട്ടാ. അപ്പൊ ഈ മടക്കം കിട്ടണം എന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ട്. അതാണ് വേദനകൾ അള്ളാഹു നമുക്ക് തരുന്നത്. അപ്പൊ ഒരു പെയിൻ ഉണ്ടായാൽ നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ മൈൻഡ് ഒന്ന് മാറണം, ഒന്ന് റിഫ്രഷ് ചെയ്യണം, റബ്ബിലേക്ക് ഞാൻ മടങ്ങണം, ചിന്ത അങ്ങോട്ട് വരണം എന്ന് ചിന്തിക്കണം. മൂന്നാമത്തേത്, വേദനയിൽ നിന്നാണ് വിനയം ഉണ്ടാവുകയുള്ളൂ. ഖുശൂ, ഖുളൂ, തവാദു എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്ത് ഒരു മനുഷ്യനുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് കേട്ടോ ഏത്? വിനയം, താഴ്മ. താഴ്മ കാണിക്കണം നമ്മളെപ്പോഴും എല്ലാ ആളുകളോടും. ഞാൻ വലിയ ആളാണ്, എനിക്ക് അങ്ങനെ കൊമ്പത്തെ ഇതൊക്കെ ഉണ്ട്, പവറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കലല്ല. അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കരുത്. അല്ലേ? സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ എന്നാണ്. മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ പഴയ ഓടിട്ട വീടിന്റെ ഉള്ളിൽ സൂര്യപ്രകാശം ഒരു വട്ടത്തിരിങ്ങനെ വന്ന് കിടക്കൂലേ, ഇങ്ങനെ വരും വട്ടത്തിൽ. അത് നമുക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരം പൊടി ഇങ്ങനെ പറഞ്ഞ കാണാല്ലേ. അതിലുള്ള ഒരു പൊടിക്കാണ് മിസ്കാല ദർറത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ പൊടി നമുക്ക് കൈ പിടിക്കാൻ പറ്റുമോ? അത്രമാത്രം അളവിൽ ഞാൻ വലിയ ആളാണെന്ന ചിന്ത മനസ്സിലുണ്ടായാൽ അവൻ സ്വർഗത്തിൽ കിടക്കൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അത്രയും ഗൗരവമുള്ള കാര്യമാണത്. അവൻ ഞാൻ ആ ഉദാഹരണം പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞത്. അതിന് അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ നമ്മളെപ്പോഴും ഒരു വിനയമുള്ളൊരു മനുഷ്യനായിരിക്കണം. താഴ്മയും വിനയവും കാണിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് പാണ്ഡിത്യമുള്ള ആളുകൾ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പാണ്ഡിത്യമുള്ള ആൾക്കാർ വിനയം കാണിക്കണം. പണ്ഡിതനാണ് എങ്കിൽ ആ പണ്ഡിതൻ ഏറ്റവും കൂടുതൽ വിനയമുള്ള ആളായിരിക്കും. ആ പണ്ഡിതൻ ഏറ്റവും താഴ്മയുള്ള ആളായിരിക്കും ആ പണ്ഡിതൻ. അപ്പൊ ഇത് അള്ളാഹു നമ്മളിൽ ഉണ്ടാക്കേണ്ടുന്ന ഒരു സ്വഭാവ വിശേഷണമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, അങ്ങക്ക് മുമ്പ് പല സമുദായത്തിലേക്ക് നമ്മൾ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ, കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളും നമ്മൾ അവർക്ക് കൊടുത്ത് അവരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ലഅല്ലഹും യതദറഊൻ, അവർ വിനയമുള്ളവരാകാൻ വേണ്ടി. അപ്പൊ ഒരു പ്രയാസം ഉണ്ടായ, ഒരു വേദന ഉണ്ടായാൽ നമ്മൾ ആദ്യം
ചിന്തിക്കേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. എനിക്ക് വിനയം ആവശ്യമാണ്. ഞാൻ കാർക്കശ്യമായി പെരുമാറി. ഈ വിനയം എന്നുള്ളത് പുറത്ത് മാത്രമുള്ള കാര്യമല്ല കേട്ടോ. വിനയം എന്നുള്ളത് പുറത്ത് മാത്രം ഉണ്ടാക്കേണ്ട കാര്യമല്ല, വീട്ടിലും കൂടെ വേണം. ഭാര്യനോടും മക്കളോടും കാണിക്കണം. എന്റെ ചെലവില് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അത് വേണ്ട, അത് വേണ്ട, നിന്റെ ഉത്തരവാദിത്തമാണത്. മക്കളോട് വിനയം കാണിക്കണം. ഞാൻ ബാപ്പയാണെന്ന് എഴുതിക്കൊണ്ട് മക്കളോട് വിനയം കാണിക്കാണ്ടിരിക്കാൻ പറ്റുമോ? താഴ്മയും വിനയം എല്ലാവരോടും കാണിക്കണം. എങ്കിലേ മക്കളും അത് കണ്ടു പഠിക്കുള്ളൂ. മക്കൾക്ക് വിനയമുണ്ടാകാൻ നമ്മൾ മാതൃകയായിരിക്കണം. ആ മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ചില വേദനകൾ അല്ലാഹു തആല തരും. ആ വേദനകളെ പറ്റി ആണ് അല്ലാഹു തആല ഈ പറഞ്ഞത്. വലഖദ് അഖദ്നാ ബിൽ അദാബി ഫമസ്തകാനു ലിറബ്ബിഹിം വമാ യതളറഊൻ. അവർക്ക് പലതരത്തിലുള്ള വേദനകൾ നമ്മൾ കൊടുത്തു. പക്ഷേ ഫമസ്തകാനു ലിറബ്ബിഹിം വമാ യതളറഊൻ, അവരുടെ റബ്ബിലേക്ക് തിരിഞ്ഞു നോക്കുകയോ വിനയം കാണിക്കുകയോ ചെയ്തില്ല. അങ്ങനെ വന്നപ്പോൾ ഹത്താ ഇദാ ഫതഹ്നാ അലൈഹിം ബാബൻ ദാ അദാബിൻ ശദീദ്, ശക്തമായ ശിക്ഷയുടെ കവാടം അവരുടെ മുമ്പിൽ നമ്മൾ തുറന്നിട്ട് കൊടുക്കും. അപ്പൊ ഒരു വേദന വരുമ്പോൾ വിനയം കാണിക്കുന്നില്ല എങ്കിൽ പിന്നെ ശിക്ഷയുടെ വഴിയായിരിക്കും അല്ലാഹു തആല തുറന്നു തരിക. അത് മനസ്സിലാക്കണം. അതാണ് മൂന്നാമത് നമ്മൾ അറിയേണ്ടത്. ഇത് മൂന്നും ഒരു കോമൺ ആയ വിഷയമാണ് പറഞ്ഞത്. ഇനി നാലാമത്തത് ഗൗരവമുള്ള കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കൽ വളരെ മനസ്സിനൊക്കെ നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്ന, തണുപ്പ് തരുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേദനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തിന്മകളെ അല്ലാഹു തആല മാറ്റി വെച്ച് പകരം നന്മയാക്കി തരും. നമുക്ക് വേദന ഉണ്ടായാൽ, ഒരു പെയിൻ ഉണ്ടായി എങ്കിൽ അല്ലാഹു ചെയ്യണ കാര്യം എന്താ? ആ പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ പെയിൻ അനുസരിച്ച് കൊണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞു, വിനയം കാണിച്ചു. അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ എന്താണ്? നമ്മുടെ ശ്രദ്ധ അള്ളാഹുവിനെ പറ്റിയുള്ളതായി ഓർമ്മ വന്നു. ഈ മൂന്ന് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് തരുന്ന ഒരു പ്രതിഫലമാണ് നമ്മൾ ചെയ്ത തിന്മയെ എടുത്തങ്ങ് മാറ്റും, എന്നിട്ട് പകരം ഒരു നന്മ അവിടെ വെക്കും. വേദന തന്നതിന്റെ പേരിലാണത്. ഇതായില്ലേ? ഇപ്പൊ നമ്മുടെ ഒരു കുട്ടീനെ നമ്മൾ അന്ന് അടിച്ചു, ഒരു വടിയെടുത്ത് അടിച്ചെന്ന് കൂട്ടിക്കോ. അടിച്ചപ്പോ അവിടെ വടിയുടെ അടയാളം അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമായില്ലേ? നമ്മൾ കടയിലൊക്കെ പോയിട്ട് വരുമ്പോ ഓൻ അന്ന് പറഞ്ഞ ആ റിമോട്ടുള്ള കാറൊക്കെ മേടിച്ചൊന്ന് കൊടുക്കും അല്ലേ? അവൻ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് അടി കൊടുത്തത്. പക്ഷെ അവന്റെ കുരുത്തക്കേട് ഇപ്പൊ എവിടെ പോയി? അത് നമ്മൾ മാറ്റി വെച്ചു, കുഴപ്പമില്ല. അവൻ എന്താ കുരുത്തക്കേട് കാണിച്ചത്? ഓൻ കളിപ്പാട്ടം പൊട്ടിച്ചെന്ന്, അതാണ് കാണിച്ച കുരുത്തക്കേട്. പക്ഷെ ഇപ്പൊ വീണ്ടും എന്ത് ചെയ്ത്? ഒരു കളിപ്പാട്ടം കൂടെ നമ്മൾ മേടിച്ചു കൊടുത്ത്. അത് നമ്മൾ കേവലം മനുഷ്യന്മാരെന്ന നിലയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പൊ റബ്ബിന്റെ കാര്യോ, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നമ്മൾ ചെയ്ത തിന്മകളെ എടുത്തു മാറ്റും, എന്നിട്ട് പകരം നന്മകൾ തരും. വമാ അർസൽനാ മിൻ ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതളറഊൻ. നമ്മൾ തൊട്ട് മുമ്പ് ഓതിയ ആയത്താണിത്. അതായത് വിനയമുണ്ടാകാൻ വേണ്ടിയാണ് അല്ലാഹു തആല വേദനകൾ തരുന്നതെന്ന് പറഞ്ഞിട്ട്. സുമ്മ ബദ്ദൽനാ മക്കാന സയ്യിഅത്തി എന്നാ പറഞ്ഞത്. സുമ്മ ബദ്ദൽനാ മക്കാന സയ്യിഅത്തി അൽ ഹസനത ഹത്താ അഫൗ. തിന്മകൾക്ക് പകരം, തിന്മകളുടെ സ്ഥാനത്ത് അല്ലാഹു തആല നന്മകളെ പ്രതിഷ്ഠിക്കും. അവൻ ആ ചെയ്ത കാര്യങ്ങളെല്ലാം അല്ലാഹു തആല മായ്ച്ചു കളയും. അപ്പോ ഒരു ആശ്വാസം തോന്നണല്ലേ വേദനകളെ പറ്റി? ഇപ്പൊ ഒരു വേദന ഉണ്ടായാൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ നമുക്ക് വരാൻ തുടങ്ങിയില്ലേ? ഓരോ പെയിനുകളും നമുക്ക് റബ്ബ് തആല തരുന്ന അഫുവാണെന്ന് തിരിച്ചറിയണം. ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ. പ്രതിഫലത്തിന്റെ കുമ്പാരം ഉണ്ടാകുന്നത് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വേദനകളുടെ കുമ്പാരം ഉണ്ടാകുമ്പോഴാണ്. കഠിനമായ വേദന ഉണ്ടാകുമ്പോ പ്രതിഫലം കഠിനമായി വലുതായിക്കൊണ്ടേയിരിക്കും. ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അല്ലാഹു ഒരു ഖൗമിനെ, ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, കഠിന പരീക്ഷണം കൊടുക്കും. അങ്ങനെ കഠിന പരീക്ഷണം കൊടുക്കുമ്പോൾ ഫമൻ റളിയ ഫഖദ് റിള, അവൻ അതിൽ തൃപ്തനാണെങ്കിൽ പരിതാപമില്ല, അതിന്റെ പേരിൽ അവൻ ആവലാദികളൊന്നുമില്ല.
ഈ വേദന വന്നു, ഞാൻ അൽഹംദുലില്ലാ എനിക്ക് എന്റെ റബ്ബ് എനിക്ക് തന്നൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി റബ്ബിലേക്ക് അവൻ തിരിഞ്ഞു നിന്നാൽ ഫഖദിറിള, അവന് അള്ളാന്റെ തൃപ്തി കിട്ടും. അവൻ സഹത്ത ഫലഹു സുഖത്തു, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒടുക്കത്തെ വേദന, എന്താ അങ്ങനെ, നമ്മൾ അതിന്റെ പേരിൽ ദേഷ്യം കാണിച്ച്, നമ്മൾ അതിന്റെ പേരിൽ അസ്വസ്ഥനായി, പരിതാപകരമായി, ഇനി ഞാൻ ഒന്നിനും പോകണില്ല, ഇബാദത്തും ഇല്ല, ഒന്നുമില്ല, ഞാൻ ഈ വേദന തരണ, അങ്ങനെ ആൾക്കാരുണ്ട്. പത്തനംതിട്ടയിൽ ഞാൻ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു മലയോര പ്രദേശത്ത് കുറച്ചു കാലം ദൈവത്തിന് വേണ്ടി പോയിരുന്നു, കുറെ കാലം. അതായത് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെടുന്നതിന് മുമ്പ് ഈ ഇവരുമായിട്ട് സമസ്ത പ്രസ്ഥാനമായിട്ട് യോജിക്കാനും കഴിയില്ല, എന്നാൽ ഇങ്ങോട്ടും വരാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോ ഒരു സ്വതന്ത്ര ചിന്താഗതിയിൽ പോയിട്ട് ദൈവത്ത് തുടങ്ങി, സ്വന്തം ദൈവത്ത് തുടങ്ങി. ആ ദൈവത്തിന്റെ ഭാഗമായിട്ടൊരു മലയോര പ്രദേശത്ത് പോയിട്ട് താമസിച്ചു. അവിടെ ഒരു പള്ളി, ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയും അതിന്റെ പരിപാലനങ്ങളുമായിട്ടൊക്കെ ജീവിച്ച ഒരു നല്ലൊരു മനുഷ്യൻ, അയാൾ വലിയ ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അയാള് ഒരു 4 വർഷം മുമ്പ് ഞാൻ യാദർച്ഛികമായി പത്തനംതിട്ടയിൽ പോയപ്പോൾ അയാളെ ഞാൻ കണ്ടു. അപ്പോ കണ്ട് നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോ, നമ്മുടെ റഹ്മാന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി പോയതാണ് പത്തനംതിട്ടയിൽ. നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ആ പണിയൊക്കെ നിർത്തി. ഞാൻ ചോദിച്ചു, എന്തെറ്റി? എനിക്ക് ഇത്രയധികം വേദന തന്ന നിങ്ങൾ പറയുന്ന അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. ഇത്ര പ്രയാസങ്ങളെന്ന് കുറെ പ്രശ്നങ്ങൾ അയാൾ പറഞ്ഞു. ഒരു മകൻ ആക്സിഡന്റിൽ മരണപ്പെട്ടത് പറഞ്ഞു. അതേപോലെ അയാൾക്ക് എന്തോ കിഡ്നി സംബന്ധമായ രോഗം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര അധികം ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആളല്ലേ ഞാൻ. അവിടെ ഞാനില്ലാത്തപ്പോഴൊക്കെ ഈ മാമത്തൊക്കെ നിൽക്കുമായിരുന്നു മൂപ്പര്. അതിനൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഇത്ര അധികം ഇടങ്ങേറ് എന്ന പഠിച്ചോന് ഇനി എനിക്ക് ഇബാദത്ത് എടുക്കാൻ താല്പര്യമില്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പാടില്ല. അവിടെ സുഹൃത്ത് പാടില്ല, ദേഷ്യം പാടില്ല. അവിടെ ക്ഷമയാണ് വേണ്ടത്. ഇനി കേട്ടോ, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി. ഒരു വിശ്വാസിയാകട്ടെ വിശ്വാസിനിയാകട്ടെ അവന്റെ ശരീരത്തിലോ അവന്റെ സന്താനങ്ങളിലോ ഒരു പ്രയാസം, വേദന ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായാൽ ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖത്തിഅത്തുൻ, അള്ളാഹനെ അവൻ കണ്ടുമുട്ടുമ്പോൾ ഒരു തെറ്റുമില്ലാത്ത നിലയിൽ അള്ളാഹനെ കണ്ടുമുട്ടണം. അത് അള്ളാഹ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ കഠിനമായി വേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ തെറ്റുകൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് റബ്ബിന്റെ അരികിലേക്ക് എത്തിപ്പെടാൻ കഴിയും, അങ്ങനെ തെറ്റൊന്നുമില്ലാതെ. നമ്മൾ പോലും അറിയാണ്ട് അള്ളാഹു താല നമ്മുടെ തെറ്റുകൾ പൊറുത്തു തരും അർത്ഥം. അത് ഏത് വേദനയായാലും. ഒരു ഹദീസിൽ കാണാം, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണം. ഞാൻ വന്നപ്പോ തന്നെ മൂപ്പരോട് പറഞ്ഞ്, സെമീറിനോട്, ഞാൻ നല്ല ക്ഷീണിതനാണെന്ന്. നമ്മുടെ പുതിയ 2 സബ്ജക്റ്റുകൾ പഠിക്കൽ അനിവാര്യമായിക്കൊണ്ട്, സിയോണിസവും ഷിയായിസവും. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ കാണുന്ന നിസ്സാര വിഷയമല്ല സിയോണിസം എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി രാവിലെ പോയതാ. പോയി വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി പോയി. പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാനില്ല. 3 മണിക്ക് പുലർച്ചെ എഴുന്നേൽക്കുകയും ചെയ്ത്. അപ്പോൾ പിന്നെ ഉറങ്ങാനും പറ്റിയിട്ടില്ല. അങ്ങനെ ആ ഒരു വളരെ ക്ഷീണിതനാണ്. അപ്പൊ ഇന്ന് ക്ലാസ് മുടക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുടക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് വന്നു. അപ്പൊ ക്ഷീണം, ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. രാവിലെ ജോലിക്ക് പോയി ക്ഷീണിച്ച് വരുന്ന ആൾക്കാർ, കച്ചവടം ചെയ്ത് ഓഫീസിൽ പോയി ഒക്കെ ക്ഷീണിച്ച് തളർന്നു വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ഉറങ്ങുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്, കാരണം അവര് ബോധപൂർവ്വം ഉറങ്ങണല്ല, ഇവിടെ വന്നിരുന്നത് ക്ലാസ് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ. ക്ഷീണം ഉണ്ടായപ്പോൾ ഉറങ്ങിപ്പോയി. ക്ഷീണം അത് ബാധിച്ചു. വല വസബിൻ, രോഗം, വല ഹമ്മിൻ, ദുഃഖം, വല ഹുസ്നിൻ, വിഷാദം, വല അദ, ഉപദ്രവങ്ങൾ, വല ഗമ്മിൻ, മറ്റേ ഉത്കണ്ഠകൾ, ആൻസൈറ്റി. അപ്പൊ ഇത് ശരീരത്തിനുണ്ടാകുന്നതും മനസ്സിനുണ്ടാകുന്നതും ഒക്കെ പറഞ്ഞു ഇതിൽ അല്ലേ. ഇങ്ങനെ എന്തെല്ലാം നിങ്ങളെ ബാധിച്ചാലും, എത്രത്തോളം ഹത്തശൗക്കത്തി യുഷാക്കുഹ, കാലിൽ ഒരു മുള്ളു തറച്ചാലും, ഇല്ല കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹു, അവന്റെ പാപങ്ങളിൽ നിന്നും അല്ലാഹു തആല അത് മായ്ച്ചു കളയും, എടുത്തു കളയും. അപ്പൊ കാലും ഒരു മുള്ളു കയറി സ്റ്റെപ്പുമ്മ കാല് തട്ടി വേദന വന്നാൽ മനസ്സിലാക്കേണ്ട എന്താ, ഒരു തെറ്റില്ലാണ്ടായി, ഒരു പാപം അല്ലാഹു തആല പുറത്തു തന്നു. അതാ മനസ്സിലാക്കേണ്ടത്. എത്ര കാര്യങ്ങൾ പറഞ്ഞു.
ഇനി അഞ്ചാമത്തെ കാര്യം, ഈ ചില ആൾക്കാർ ചോദിക്കാണ്ട്, എന്നാ പിന്നെ ഒരു തെറ്റും ചെയ്യാണ്ടൊക്കെ ജീവിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് പലതരം വേദനകൾ ഉണ്ടാവില്ല. പ്രവാചകന്മാർ അല്ലേ, അവർക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് പ്രവാചകന്മാരാണല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ എന്തിനാ? ഇതൊക്കെ കഴിഞ്ഞാലും ചില ആൾക്കാർ കുറെ വർഷങ്ങൾ കോമയിലായി പോകും, കുറെ വർഷങ്ങൾ ബെഡിലായി പോകും അല്ലേ. അയാൾ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ടാവും അല്ലാഹുതആല, പിന്നെയും അയാൾ അങ്ങനെ തന്നെ കിടക്കുന്നു. അങ്ങനെയൊക്കെ വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദനകൾ നമുക്ക് തരുമ്പോൾ അതിലുള്ള അഞ്ചാമത്തെ കാര്യം, നമ്മളുടെ പദവിയെ അള്ളാഹു ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടാവും. നമുക്കൊരു പദവിയുണ്ട്. ആ പദവി സ്വർഗത്തിൽ അള്ളാഹു താല നമുക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്ന പദവിയാണ്. അപ്പൊ അള്ളാഹു താല നമുക്കൊരു വലിയ പദവി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു ഭൂമിയിൽ നമുക്കൊരു വേദന തരും. വേദന ഇല്ലാതെ ഒരു നല്ല കാര്യം, ഒരു വിഷയം പുറത്തുണ്ടാവില്ല. ഇപ്പൊ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്, ഒരു കുഞ്ഞ് പുറത്തു വരുമ്പോൾ ആർക്കാ സന്തോഷം? ഉപ്പയ്ക്കും സന്തോഷം, ഉമ്മയ്ക്കും സന്തോഷം അല്ലേ. രണ്ടു കൂട്ടരും പെയിൻ അനുഭവിക്കൂലേ? ഉമ്മ അനുഭവിക്കുന്നത് എന്ത് പെയിനാ? ഫിസിക്കലി പെയിനാണ് അല്ലേ. വാപ്പ അനുഭവിക്കുന്നതോ മെന്റലി പെയിനാണ്. ലാസ്റ്റത്തെ മോളുണ്ടായപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞ്, നീ എത്ര വേണമെങ്കിലും പ്രസവിച്ചു, പക്ഷെ എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല കേട്ടോ. എന്ന് പറഞ്ഞാല് എനിക്ക് നീ ഇനി പ്രസവിക്കണത് താങ്ങാൻ എനിക്ക് കഴിയില്ല. കാരണം പെയിൻ, നമുക്ക് ആ മനസ്സിന് സമ്മർദ്ദം വന്നിട്ട് നമുക്ക് തലവേദന, ക്ഷീണം, തളർച്ച, വെള്ളം പോലും കുടിക്കാൻ തോന്നിയിട്ടില്ല. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. അപ്പോ പദവി അല്ലാഹു തആല തരുന്നത് ഉയർത്താൻ വേണ്ടി പെയിൻ തരും, ഇവിടെ വേദനകൾ തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്രാഹിം ഇബ്നു മഹദി അസ്സുലമി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, പറയുന്നതായി ഞാൻ കേട്ടു, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലത്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്റെ അടിമയ്ക്ക് വേണ്ടി നാളെ പരലോകത്ത് ഒരു പദവി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അതങ്ങനെ തീരുമാനിക്കും, അല്ലാഹ് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളേ. അപ്പൊ അള്ളാഹു തീരുമാനിക്കാണ്, നിങ്ങൾക്ക് പരലോകത്തൊരു പദവി തരണം. അല്ലാഹു തആല അങ്ങനെ ഒരു പദവി നമുക്ക് പരലോകത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ലം യബ്ലുഗുഹാ ബിഅമലിഹി, നിലവിലുള്ള അമലുകൾ കൊണ്ട് ആ പദവിയിലേക്ക് എത്താൻ അയാൾക്ക് കഴിയില്ല എങ്കിൽ, നമ്മൾ ചെയ്ത അമലുകൾ കൊണ്ട് അള്ളാഹ് നിശ്ചയിച്ച പദവിയിലേക്ക് എത്താൻ കഴിയില്ല എങ്കിൽ, ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ വേദനകൾ നൽകി അള്ളാഹു അവനെ പരീക്ഷിക്കും. അപ്പൊ എന്തിന് വേദന എന്ന ചോദ്യത്തിന് ഭൗതികപരമായ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു. നമ്മുടെ ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ താളത്തിന് വേദന ആവശ്യം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു മോമിനൊരു വേദന എന്നുള്ളത് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ കാര്യമാണ്. പരലോകത്ത് റബ്ബ് എനിക്കൊരു പദവി ഉദ്ദേശിച്ചിട്ടുണ്ടാകും. വർഷങ്ങളായി കിടക്കുന്ന ഒരു രോഗിയോട് ഇത് പറഞ്ഞപ്പോ, വർഷങ്ങളായി കിടക്കുന്ന രോഗിയാണ് അയാള്, അരക്ക് താഴത്തേക്ക് തളർന്നു പോയ ഒരു രോഗിയാണ്, ബെഡ് സോറൊക്കെ വന്നിട്ട് പുറത്തൊക്കെ വ്രണം വന്നിട്ടെ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു രോഗിയാണ്. ആ രോഗീനെ കാണാൻ വേണ്ടി ചെന്നപ്പോ സത്യത്തില് എനിക്ക് ആ രോഗിനെ കാണാനുള്ള ആത്മധൈര്യം ഇല്ല. അത്രമാത്രം പ്രയാസത്തിലാണ് അയാള്. കാണാൻ വേണ്ടി ചെന്നപ്പോ എന്നോട് ചോദ്യ, മൗലവി, വേദനകളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചു കേട്ടു, മൗലവിമാരൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞു തരാറുമുണ്ട്, പക്ഷേ ഇനിയും എന്തിനെനിക്ക് ഈ വേദന? 30 കൊല്ലത്തിലധികമായല്ലോ ഞാൻ ഈ വേദന സഹിക്കുന്നത്, ഇനിയും എന്തിനീ വേദന എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ഹദീസ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഒരു പദവി അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്, ആ പദവി തരാൻ വേണ്ടിയുള്ള വേദനയാണ്. ഇപ്പൊ എനിക്ക് സമാധാനമായി എന്ന് അദ്ദേഹം പറയുണ്ടായി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അതാണ് പദവികൾ ഉയർത്താൻ വേണ്ടിയാണ്. അപ്പൊ അള്ളാന്റെ അടുത്ത് പദവികളുള്ള, ഏറ്റവും കൂടുതൽ പദവികളുള്ള ആൾക്കാർ പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്തൊക്കെ അവർക്ക് പലതരം വേദനകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്ന മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ഏറ്റവും കഠിന വേദനയും പ്രയാസങ്ങളും കൊടുക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാ, അമ്പിയാക്കൾക്കാണ്. സുമ്മ സ്വാലിഹൂൻ, പിന്നെ സ്വാലിഹീങ്ങൾക്കാണ്. ഞാൻ സാലിഹാണെന്ന് കരുതിക്കൊണ്ട് എനിക്ക് വേദന തരുന്ന, വേദന തരുന്ന പറഞ്ഞത് സാലിഹാകുമ്പോ. മനസ്സിലായില്ലേ? ളാലിമീങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ളാലിമീങ്ങൾക്ക് വലിയ വലിയ രാഷ്ട്രത്തലവന്മാരെയൊക്കെ നോക്ക്, നല്ല സുഖമായിട്ട് ജീവിക്കണല്ലേ. 70-80 വയസ്സിൽ നല്ല പവർഫുള്ളായിട്ട് നടക്കണല്ലേ. വലിയ വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, രോഗമൊന്നുമില്ല അവർക്ക്. ളാലിമീങ്ങൾക്ക് ചിലപ്പോ ഒന്നും കൊടുക്കൂല, പക്ഷേ സ്വാലിഹീങ്ങൾക്ക് വേദനകൾ നൽകും. സുമ്മല്ലംസലു ഫല്ലംസലു, പിന്നെ അവരെ പോലുള്ള ആളുകൾക്ക്, നമ്മൾ സ്വാലിഹീന്നും പറയണ്ട, നമ്മൾ അവരെ പോലുള്ള ആൾക്കാരെന്ന് പറയാം. അപ്പോ പറയുന്നു, മിനന്നാസി യുബ്തലി റജുലു അലാ ഹസബി ദീനിഹി, ഒരു മനുഷ്യൻ അവന്റെ ദീന് നോക്കിയിട്ടാണ് അയാൾക്ക് വേദനകൾ അല്ലാഹു കൊടുക്കുക. ഫഇൻകാന ഫീ ദീനിഹി സ്വലാബത്തുൻ, ഒരാളുടെ ദീനിന് എന്തുണ്ട്, ആഴം കൂടുതലാണെങ്കിൽ, അതിന് ദീനിന് കാമ്പുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും, സീദ ഫീ ബലാഇഹി, അവൻ അനുഭവിക്കുന്ന വേദന വർദ്ധിപ്പിച്ചു കൊടുക്കും. ദീനിന് കാമ്പുണ്ടെങ്കിൽ. അതല്ല വഇൻകാന ഫീ ദീനിഹി റിഖത്തുൻ, ഒരാളുടെ ദീനിന് വലിയ കാമ്പൊന്നുമില്ല, ഒരു ആവറേജ് കന്യാകുമാരി മുസ്ലിമാണ് എങ്കിൽ ഹുഫിഫാൻഹു, വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാണ്ട് കഷ്ടിച്ചാനായിട്ട് പോകാൻ പറ്റും. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദനകളെ സംബന്ധിച്ച് കാണാം. അത്തത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറളിഹി വഹുവ യുഅഖു വഅകൻ ശദീദ, റസൂലുള്ളാഹ് ഒരു രോഗം ബാധിച്ച് കിടന്നപ്പോ, മരണാസന്നനായ രോഗം ബാധിച്ച് കിടക്കുന്ന സമയത്ത് വല്ലാതെ വേദനയുടെ ആ ഞരക്കുണ്ടല്ലോ, വേദന ഉണ്ടാകുമ്പോൾ നമ്മളൊരു മൂളലുമല്ലോ, ആ മൂളൽ ഇങ്ങനെ കൂടി കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, ലതൂഅഖു വഅകൻ ശദീദ, വല്ലാതെ ഞരങ്ങുന്നുണ്ടല്ലോ വേദന കൊണ്ട് നബിയെ, ഇന്ന ദാക ബി അന്ന ലക അജ്റൈനി, ഇതിന് നിങ്ങൾക്ക് ഇരട്ടിക്കൂലി കിട്ടൂലേ? സാധാരണ പ്രവാചകന്മാർക്ക് അങ്ങനെയാണല്ലോ, സാധാരണ ആളുകൾക്ക് കിട്ടുന്നതിന്റെ ഇരട്ടിക്കൂലി അല്ലാഹു തആല അവർക്ക് കൊടുക്കും, ഇരട്ടി വേദന അല്ലാഹു കൊടുക്കും. ഇതിന് അങ്ങക്ക് ഇരട്ടിക്കൂലി കിട്ടൂലേ എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, കിട്ടും കിട്ടും. മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ഒരു മുസ്ലിമിന് ഒരു വേദന വന്നാൽ, കണ്ട അദാ എന്ന് പറയുന്നതിന്, ഒരു വേദന വന്നാൽ ഇല്ല ഹാത്തല്ലാഹു അൻഹു ഖത്തായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പൊഴിച്ചു കളയും. കമാ തഹാത്തു വറക്കു ഷജരി, മരത്തിന്റെ ഇല പൊഴിഞ്ഞു പോകുന്നത് പോലെ പാപങ്ങൾ പൊഴിഞ്ഞു പോകും. സാധാരണ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച മരണവേദനയോടൊപ്പം അനുഭവിച്ച ഒരു വേദനയായിരുന്നു ഖൈബറിൽ ജൂതപ്പെണ്ണ് കൊടുത്ത വിഷത്തിന്റെ വേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ആയിഷ മാ അസാല അജിദു അലമ തആമില്ലദി അകൽതു ബി ഖൈബറ, ഖൈബറിൽ വെച്ച് ഞാൻ തിന്ന ആ വിഷം പുരട്ടിയ മാംസത്തിന്റെ വേദന ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വേദന. അത് ഉണ്ടാകുമ്പോൾ നമ്മൾ മുഅ്മിൻ എന്ന നിലയിൽ അതിനെ പോസിറ്റീവായി എടുത്ത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അത് വലിയ ഉപയോഗപ്പെടുത്താൻ കഴിയണം. വേദന ഉണ്ടായാൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. എന്നൊരു വേദനയെ മാറ്റണ്ടെന്നല്ല, തലവേദന വരുമ്പോൾ മരുന്ന് കഴിക്കണ്ടെന്നല്ല, മുട്ടുവേദന ഉണ്ടാകുമ്പോൾ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ നടത്തണ്ടെന്നല്ല, അതൊക്കെ ചെയ്തോ. അതൊക്കെ ചെയ്യുമ്പോഴും അവിടെ ഒരു വേദന വീണ്ടും അനുഭവിക്കല്ലേ അല്ലേ? അതിനൊക്കെ അല്ലാഹു കൂലി തരുമെന്ന് മനസ്സിലാക്കണം. കൂലി കിട്ടുന്ന കരുതി വേദനയ്ക്ക് ചികിത്സിക്കാണ്ട് നടക്കണ്ട കേട്ടോ. അതും കൂടെ കൂട്ടത്തില് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു ഖൈറാക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.